നമ്മളിന്ന് ഒരു പുതിയ സീരീസ് തുടങ്ങുവാൻ പോവുകയാണ്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ വിൻഡോസ് 10-ൻ്റെയും വിൻഡോസ് 11-ൻ്റെയും ബേസിക് മുതൽ അഡ്വാൻസ് വരെയും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ബേസിക്സ് മുതൽ അഡ്വാൻസ് വരെയുമാണ് ഈ സീരീസിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുവരെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാത്തവർക്കും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഉപയോഗിക്കാത്തവർക്കും അതുപോലെ തന്നെ ഉപയോഗിച്ച് നല്ല പരിചയമുള്ളവർക്കും ഒരുപോലെ തന്നെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ സീരീസ് നമ്മൾ എടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പഠിച്ചിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണെന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാനൊക്കെ കരിയർ തുടങ്ങുന്ന സമയത്ത് ഈ വിൻഡോസ് അതുപോലെ തന്നെ ഓഫീസ് എന്നിവ പഠിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് പറഞ്ഞു തരുവാൻ നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ കറക്റ്റായി നമുക്ക് ട്രെയിനിങ് കിട്ടണമെന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും യൂട്യൂബിൽ അതുപോലെ തന്നെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി പഠിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ വിൻഡോസ് 10, വിൻഡോസ് 11 അതുപോലെ തന്നെ MS ഓഫീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ PG കഴിഞ്ഞ് ജസ്റ്റ് ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ എല്ലാ സ്റ്റുഡൻസിനും ഒരു 1ാം ക്ലാസ് മുതലൊക്കെ ഉള്ള എല്ലാ സ്റ്റുഡൻസിനും നമുക്ക് കോളേജ് തലത്തിൽ വരെ ഉള്ളവർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ വിൻഡോസ് 10, വിൻഡോസ് 11 അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ഓഫീസുകളിലും എല്ലാ കോർപ്പറേറ്റ് ഓഫീസുകളിലും ഉപയോഗിക്കുന്നതാണ് വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ തന്നെയാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ്, അതിൻ്റെ എക്സൽ, വേഡ്, പവർ പോയിൻ്റ് തുടങ്ങിയ എല്ലാം സോഫ്റ്റ്വെയർസ് നമുക്ക് അവിടെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ജോലിയിൽ കയറിയാൽ തന്നെ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ സീരീസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും അതുപോലെ തന്നെ സ്റ്റുഡൻസിനുമെല്ലാം ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിന് കറക്റ്റായി ആൻസർ ചെയ്യുവാൻ കഴിയുന്നതായിരിക്കും. എൻ്റെ ഏകദേശം ഒരു 18 വർഷത്തെ IT എക്സ്പീരിയൻസിൽ ഞാൻ പലപ്പോഴായിട്ട് നേടിയിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് നിങ്ങളുമായിട്ട് ഈ സീരീസിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സീരീസിലെ എല്ലാ എപ്പിസോഡുകളും കാണുവാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ബേസിക്കിൽ തുടങ്ങി ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ തുടങ്ങി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു IT അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ IT ടെക്നീഷ്യന് കഴിയുന്ന രീതിയിലുള്ള ആ ലെവലിലേക്ക് നമ്മൾ ഈ സീരീസ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും അല്ലെങ്കിൽ എല്ലാ എപ്പിസോഡ്സും മുടങ്ങാതെ തന്നെ കാണുക. ഒരു ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും, ഒരു 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ എങ്കിലും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോസ് കണ്ടാൽ മാത്രം പോരാ, അത് നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ തന്നെയോ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിനനുസരിച്ചിട്ട് വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നമ്മൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ മാറ്റം വരുത്തി എപ്പിസോഡുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ ട്യൂട്ടോറിയലിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായി പഠിക്കുവാൻ പോകുന്നത് വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസ് 11-ൻ്റെ ബേസിക്സിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണത്. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വിൻഡോസ് 11 കുറിച്ച് പഠിച്ചു തുടങ്ങാം. അപ്പോൾ അതിനു മുൻപ് ഒരു 2 മിനിറ്റ് വിൻഡോസ് 10 കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. വിൻഡോസ് 10-ൻ്റെ സ്ക്രീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ട് മെനു എങ്ങനെയാണ് വരുന്നതെന്ന് ഇതിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിൻഡോസ് 10 എന്ന് പറയുന്നത് വിൻഡോസ് 8 അല്ലെങ്കിൽ വിൻഡോസ് 7 കഴിഞ്ഞിട്ട് വന്ന ഒരു നല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അത് വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ ഉപയോഗിച്ച എല്ലാവർക്കും തന്നെ വിൻഡോസ് XP പോലെ തന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിരുന്നു വിൻഡോസ് 10. അപ്പോൾ വിൻഡോസ് 10 കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വിൻഡോസ് 11 വന്നിരിക്കുകയാണ്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും ഒരു 50% ആളുകളെല്ലാതും വിൻഡോസ് 10-ൽ നിന്നും വിൻഡോസ് 11-ലേക്ക് അപ്ഗ്രേഡ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ് മറ്റുള്ളവർ അടുത്തുള്ള മാസങ്ങളിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. വിൻഡോസ് 11 ഒരു പുതിയ ടെക്നോളജിയിൽ ബിൽഡ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അത് വിൻഡോസ് 10 ഉപയോഗിച്ചവർക്ക് അല്പം കൂടി കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വിൻഡോസ് 11 ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും നല്ല രീതിയിൽ.
പിന്നെ വിൻഡോസ് 11 പുതിയ ഈ ഒരു യൂസർ ഇൻ്റർഫേസ് ഒക്കെ വിൻഡോസ് 11 വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം വിൻഡോസ് 11 ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ വിൻഡോസ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അതിന് അഡിക്റ്റായി പോകുന്നതാണ്. അത്രയ്ക്കും നല്ല ഒരു യൂസർ ഇൻ്റർഫേസും അതുപോലെ തന്നെ ഉപയോഗിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് 11. അപ്പോൾ നമുക്ക് വിൻഡോസ് 11 ബിഗിനിങ്ങിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു അഡ്മിൻ ലെവലുള്ള കാര്യങ്ങൾ വരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓരോ വീഡിയോയിലും പഠിച്ചു തുടങ്ങാം. അപ്പോൾ വിൻഡോസ് 11 ഫസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ PC ഓണായി വന്നതിന് ശേഷം ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ലോഗിൻ സ്ക്രീൻ കിട്ടുന്നതായിരിക്കും. അതിൽ സൈൻ ഇൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങളുടെ പിന്നോ അല്ലെങ്കിൽ പാസ്വേഡോ അല്ലെങ്കിൽ ഇമെയിൽ വെച്ചിട്ടോ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അല്ല, നിങ്ങൾ പുതിയൊരു PC ആണ് നിങ്ങൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അതിൽ ഫസ്റ്റ് തന്നെ ചില സെറ്റിങ്സുകൾ ചില ഇൻഫർമേഷനുകളെല്ലാം അത് ചോദിക്കും. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൻഡോസ് 11 സ്ക്രീനിലേക്ക് ഡെസ്ക്ടോപ്പിലേക്ക് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഓപ്പണായി വരുന്നതായിരിക്കും. ഫസ്റ്റ് തന്നെ വിൻഡോസ് 11 ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്, നിങ്ങൾക്ക് നല്ലൊരു പുതിയ ടാസ്ക് ബാർ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ട് മെനു സെൻറ്ററിലേക്കായിട്ട് ഏകദേശം ഒരു സെൻറ്ററിലേക്കായിട്ട് വന്നിട്ട് ഈ സ്റ്റാർട്ട് മെനുവും ഒരു പുതിയ തരത്തിലുള്ള സ്റ്റാർട്ട് മെനു ആണ് വിൻഡോസ് 11 വരുന്നത്. ഇത് ഏകദേശം ഒരു ആപ്പിളിൻ്റെ മാക് OSൻ്റെ ഒരു ഡിസൈനായിട്ടാണ്, ഒരു അതിനോട് സാമ്യമുള്ള രീതിയിലാണ് ഈ ഡിസൈൻ വരുന്നത്. അതിലും ഇതുപോലെ സെൻട്രലായിട്ട് ഇതുപോലെ തന്നെ ഉള്ള ഐക്കൺസ് എല്ലാമാണ് വരുന്നത്. ഞാനിവിടെ ഫയൽ എക്സ്പ്ലോറർ കൂടി ഓപ്പൺ ചെയ്യാം. ഫയൽ എക്സ്പ്ലോററിൽ നിങ്ങൾക്ക് കുറച്ച് വ്യത്യാസങ്ങളെല്ലാം കാണുവാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ വിൻഡോസ് 11 നമുക്ക് മുന്നുണ്ടായിരുന്ന വിൻഡോസ് 7 പോലെയൊക്കെ അല്ലെങ്കിൽ XPയുടെ ലുക്ക് പോലെയൊക്കെ ആക്കിയെടുക്കുവാൻ ഡെസ്ക്ടോപ്പിൽ കൺട്രോൾ പാനലിൻ്റെയൊക്കെ ഐക്കൺ വരുവാൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഡെസ്ക്ടോപ്പ്. ഇതാണ് നിങ്ങളുടെ ഡെസ്ക്ടോപ്പ്. ഈ പടം കാണുന്ന ഇതാണ് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു ലിസ്റ്റ് വരുന്നതായിരിക്കും. ആ ലിസ്റ്റിൽ നമ്മൾ പേഴ്സണലൈസിലേക്കാണ് പോകുന്നത്. ആദ്യം പേഴ്സണലൈസിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഈ സെറ്റിങ്സ് ഓപ്പണായി വരുന്നതായിരിക്കും. ഈ സെറ്റിങ്സിൽ നമ്മൾ പോയിട്ട് പേഴ്സണലൈസേഷനിൽ പോയിട്ട് അതിനുശേഷം തീംസ് സെലക്ട് ചെയ്യുക. തീം സെലക്ട് ചെയ്ത് അതിനുള്ളിൽ വന്നിട്ട് ഡെസ്ക്ടോപ്പ് ഐക്കൺ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഡെസ്ക്ടോപ്പ് ഐക്കൺ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് ഐക്കൺ സെറ്റിങ്സ് എന്ന് പറയുന്ന വേറെ വിൻഡോ ഓപ്പണായി വരുന്നതായിരിക്കും. ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ യൂസർ ഫയൽസ്, നെറ്റ്വർക്ക്, റീസൈക്കിൾ ബിൻ, അതുപോലെ തന്നെ കൺട്രോൾ പാനൽ, ഇതെല്ലാം ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുവാൻ പോവുകയാണ്. ഇതെല്ലാം ഇവിടെ ടിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതെല്ലാം ഈ ഡെസ്ക്ടോപ്പിൽ വരുന്നതായിരിക്കും. ടിക്ക് ചെയ്ത് നമ്മൾ അപ്ലൈ പറയുക. അപ്പോൾ അതിൻ്റെ ഐക്കൺസ് എല്ലാതും ഡെസ്ക്ടോപ്പിൽ വന്ന് പഴയ വിൻഡോസ് 7 പോലെ നമുക്ക് ഡെസ്ക്ടോപ്പിൽ ആ ഐക്കണുകൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതെല്ലാമാണ് നിങ്ങളുടെ ഐക്കൺ ആയിട്ട് വരുന്നത്. ഇതന്നെ ഐക്കൺ എന്നാണ് വിളിക്കുന്നത്. ബേസിക്കായിട്ട് അറിയാത്തവർക്കാണ് പറയുന്നത്. ഇത് ഐക്കൺ എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുക. ഇതാണ് നിങ്ങളുടെ മെയിൻ ഐക്കൺസ് ആയിട്ട് വരുന്നത്. കൺട്രോൾ പാനൽ, അതുപോലെ തന്നെ റീസൈക്കിൾ ബിൻ വരുന്നുണ്ട്, നെറ്റ്വർക്കിൻ്റെ ഐക്കൺ വരുന്നുണ്ട്. ഇനി ഈ SHK എന്ന് എഴുതിയിട്ടുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ഫോൾഡർ. അപ്പോൾ ഈ സ്ക്രീനിൽ താഴെ കാണുന്ന ഏകദേശം ഒരു വൈറ്റ് കളർ വരുന്ന ആ വലിയ ആ ലൈനെയാണ് നമ്മൾ ടാസ്ക് ബാർ എന്ന് വിളിക്കുന്നത്. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് മെനു കാണാവുന്നതാണ്, പുതിയ സ്റ്റാർട്ട് മെനു കാണാവുന്നതാണ്. അതിന് ശേഷം സെർച്ച് കാണാവുന്നതാണ്. ഇതിൽ സെർച്ച് ബാർ കാണാവുന്നതാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് വരുന്നതാണ് മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്പ് എടുക്കാനുള്ള ഓപ്ഷൻ. അതിനപ്പുറത്ത് ചാറ്റിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എഡ്ജിൻ്റെ ഐക്കൺ ഉണ്ട്, അതുപോലെ എക്സ്പ്ലോററിൻ്റെ ഐക്കൺ ഉണ്ട്, മൈക്രോസോഫ്റ്റ് സ്റ്റോറിൻ്റെ ഐക്കൺ ഉണ്ട്, മെയിലിൻ്റെ ഐക്കൺ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന മറ്റ് ആപ്ലിക്കേഷനുകളുടെ ഐക്കൺസ് ഉണ്ട്. അതുപോലെ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കൂടി വരുന്നുണ്ട്. അതിനുശേഷം വരുന്നതാണ് നോട്ടിഫിക്കേഷൻ ബാർ. അതിനുശേഷം ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെറ്റ്വർക്കിൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഐക്കൺ കാണുന്നതാണ്. സൗണ്ടിൻ്റെ ഐക്കൺ, അതുപോലെ തന്നെ കലണ്ടർ, ഡേറ്റ് ആൻഡ് കലണ്ടറിൻ്റെ ഒരു സെഷൻ ഇതിന് അപ്പുറത്തായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് പിക്ചർ ഏതാണെന്ന് അറിയുന്നതാണ്. അതുപോലെ തന്നെ
ഐക്കൺസ്, വിൻഡോസിലെ ഡെസ്ക്ടോപ്പിൽ ഐക്കൺസ് ഏതാണെന്ന് അറിയാം, സ്റ്റാർട്ട് മെനു ഏതാണെന്ന് അറിയാം, ടാസ്ക് ബാർ ഏതാണെന്ന് അറിയാം, അതിൽ വരുന്ന പല ഐക്കണുകൾ അറിയാം, നോട്ടിഫിക്കേഷൻ ഏരിയ എവിടെയാണെന്ന് അറിയാം, അതുപോലെ തന്നെ എൻ്റെ കലണ്ടർ ആൻഡ് ഡേറ്റ് എവിടെയാണെന്ന് അറിയാം, അതുപോലെ തന്നെ എനിക്ക് നെറ്റ്വർക്ക് സെറ്റിങ്സ് മാറ്റുക, സൗണ്ടിൻ്റെ ഐക്കൺ എവിടെയാണ്, സൗണ്ട് സെറ്റിങ്സ് എവിടെയാണ് മാറ്റേണ്ടത് എന്നെല്ലാം ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസ് 11 അധികം ഒന്നും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ജസ്റ്റ് ഒരു ബിഗിനിങ് ആണ്. അപ്പോൾ നമ്മൾ ഇനി ഒരുപാട് വീഡിയോസ് വരുവാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസ് 11 അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളെക്കുറിച്ചും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ, അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ വീഡിയോസ് വരുവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഓരോ എപ്പിസോഡും മിസ്സാവാതെ തുടർച്ചയായി തന്നെ കാണുക. അപ്പോൾ അങ്ങനെ കാണണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് എല്ലാ അലർട്ടും എനേബിൾ ചെയ്യുക. എന്നിരുന്നാൽ മാത്രമാണ് നമ്മൾ ഇനി തുടർച്ചയായി ഇടുന്ന വീഡിയോകൾക്ക് നിങ്ങൾക്ക് അലർട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമോ, എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകൾ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ, ബൈ.